നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിക ചേച്ചി ഇങ്ങനെ വിട്ട പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശിയെ വിഷമിപ്പിച്ച അവരുടെ കൊമ്പൊടിക്കണം. അവളുടെ കൊമ്പടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ദേവിക അനീഷു അന്വേഷിക്കട്ടെ. ആ അന്വേഷണം ഒരിക്കലും നമ്മളിലെത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. ആരാ ഹരിയേട്ടാ? ഇതാ ചന്ദ്രന്, ഗുണ്ടകളുടെ നേതാവ്. ഓ, ഇനിയിപ്പോ പുതിയ ഏടാവോടെ ഒപ്പിച്ചിട്ടാവോ വിളിക്കുന്നത്? അറ്റൻഡ് ചെയ്യേ. ഹലോ, താൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അനാവശ്യമായി എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? സാറേ, ഞാൻ സാറിനെ വെറുതെ ഒന്നുമല്ല വിളിക്കുന്നത്. സാറിനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലല്ലോ. എന്ത് കാര്യം? സാറേ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു ചെറുപ്പക്കാരനും കൂടെ ഒരു പെൺകുട്ടിയും വന്നിരുന്നു. അവരെന്റെ ബൈക്കിനെ കുറിച്ചും അതിൽ യാത്ര ചെയ്തിരുന്ന എന്റെ പയ്യന്മാരെ കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ചത്. എന്നിട്ട് ആ പെണ്ണിനെ കണ്ടിട്ട് അവൾക്ക് നിസ്സാരക്കാരിയാണെന്ന് തോന്നുന്നില്ല. അത്യാവശ്യത്തിനുള്ള വിവരവും എന്തിനു പോകുന്ന ധൈര്യമൊക്കെ അവക്കുണ്ട്. ബൈക്കിന്റെ നമ്പർ വെച്ചാ അവരെന്റെ അഡ്രസ് കണ്ടുപിടിച്ചത്. അവര് വേറെന്തൊക്കെ ചോദിച്ചു? ബൈക്ക് എന്റേതാണെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ബുദ്ധിപൂർവ്വം കള്ളം പറഞ്ഞു. 6-7 വർഷം മുമ്പ് ആ ബൈക്ക് ഞാൻ വേറൊരാൾക്ക് വിറ്റതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആർക്കാണ് വിറ്റതെന്ന് അവർക്ക് അറിയണം. വർഷങ്ങളായില്ലേ, അതുകൊണ്ട് വാങ്ങിയ ആളിന്റെ പേരോ മുഖമോ ഒന്നും ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവര് ബൈക്ക് വാങ്ങിയ ആളിന്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും എൻ്റെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ വാങ്ങിയ ആളിന്റെ രൂപം ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ കൈയൊഴിഞ്ഞു. എന്നിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു മറുപടിയും കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അവർ തിരികെ പോയി. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവർ വിശ്വസിച്ച മട്ടില്ല. അതുകൊണ്ട് സാർ അവരെ ഒന്ന് സൂക്ഷിക്കണം. എല്ലാത്തിനും കാരണം നിന്റെ ആളുകളാ. ആ വിവരദോഷികൾ ക്ഷേത്രത്തിൽ വെച്ച് മുന്നും പിന്നും നോക്കാതെ ഓരോന്നും സംസാരിച്ചതിന്റെ ഫലമാ ഇപ്പൊ ഈ കാണുന്നതൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം നിങ്ങളിൽ തീരണം. നിങ്ങളെ മറികടന്ന് അവരുടെ അന്വേഷണം എന്റെ മേൽ തിരിയരുത്. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഹരിദാസിന് പിന്നീട് ഒന്നും നോക്കാനുണ്ടാവില്ല. ഓർത്തോ? ഇല്ല സാറേ, ചാകേണ്ടി വന്നാലും ഞങ്ങൾ ആരും ഒരിക്കലും സാറിന്റെ പേര് പറയില്ല. ഞങ്ങൾ കാരണം സാറിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സാറ് വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ സാറിനെ വിളിച്ചൊരു മുന്നറിയിപ്പ് തന്നത്. സാർ ധൈര്യമായിട്ടിരി. സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. ശരി, താൻ ഫോൺ വെച്ചു. ദേവിക അനീഷും കൂടി അന്വേഷിച്ച് ചന്ദ്രന്റെ അടുത്ത് എത്തിയിരുന്നു. അവളുടെ അന്വേഷണം ആപത്താ. നമ്മളിനി എന്ത് ചെയ്യും ഹരിയേട്ടാ? ദേവിക അന്വേഷണവുമായി മുന്നോട്ട് പോവരുത്. അവൾ അങ്ങനെ അന്വേഷണം തുടരാതിരിക്കണമെങ്കിൽ ആദ്യം അവളെ ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. പുറത്തിറങ്ങിയാൽ മാത്രമല്ലേ അവൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ. അവൾ ഇവിടുന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള മാർഗം കണ്ടെത്തണം. മുത്തശ്ശിയോട് മഹിയങ്ങൾ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. അതും ആ ദേവിക ചേച്ചിക്ക് വേണ്ടി. ഛേ, ഈ മഹിയങ്ങളിൽ ഇത് എന്തു പറ്റി? മഹിയങ്ങളുടെ ഈ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അഞ്ജിത പറഞ്ഞത് ശരിയാമേ. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്ന് കേറിയിട്ടേ കൊല്ലം 10-27 കഴിഞ്ഞു. അന്ന് മുതൽ മഹിയേട്ടനെ ഞാൻ കാണുന്നതാ. എന്റെ കണ്ണിൽ ഇന്ന് വരെ മഹിയേട്ടൻ അമ്മയെ എതിർത്ത് സംസാരിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മഹിയേട്ടൻ എന്ന് വെച്ച ജീവനായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. സത്യത്തിൽ അമ്മയ്ക്ക് ഹരിയേട്ടനേക്കാൾ സ്നേഹം മഹിയേട്ടനോടായിരുന്നു.
ഇവിടെ എന്ത് കാര്യവും മഹിയേട്ടനോട് ചോദിച്ചിട്ടേ അമ്മ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മ ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരുന്ന ആളാ ഇന്ന് ആ ദേവിയേക്ക് വേണ്ടി അമ്മയെ ശാസിച്ചത്. അതും എല്ലാവരുടെ മുന്നിൽ വെച്ച്. എന്തായാലും മഹിയേട്ടന്റെ ആ പെരുമാറ്റം വളരെ മോശമായിപ്പോയി. ദേവികയ്ക്ക് വേണ്ടി സകലരുടെ മുന്നിൽ വെച്ച് മഹിയേട്ടൻ അമ്മയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ മഹിയേട്ടനല്ല കുറ്റപ്പെടുത്തേണ്ടത്, ആ ദേവികയാ. പാവം മഹിയേട്ടൻ അവളുടെ മായാവലയത്തിൽ വീണുപോയതാ. അവള് വെറും സാധുവാണെന്നായിരിക്കും മഹിയേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ദേവിക പഠിച്ച കള്ളിയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണല്ലോ അവളിപ്പം ബുദ്ധിപൂർവം ഓഫീസിൽ കയറി പറ്റിയത്. അവസരം മുതലെടുത്ത് അവൾ അവളുടെ ഐഡിയാസ് എല്ലാം വർക്കൗട്ട് ചെയ്തു. ചേട്ടൻ അവളോട് മതിപ്പ് കൂടി. ഉടൻ തന്നെ ഓഫീസിന്റെ ചുമതല അവളെ എങ്ങെ ഏൽപ്പിച്ചു. അതാണിപ്പോ കുഴപ്പമായത്. വീട്ടിലെ ഓഫീസിലെ അധികാരങ്ങള് അളവിൽ കവിഞ്ഞ രീതിയിൽ ദേവിയയ്ക്ക് കൊടുത്തതിന്റെ പ്രശ്നങ്ങളാ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാ അവൾ അമ്മയെ പോലും ബഹുമാനിക്കാത്തത്. അമ്മയെ ബഹുമാനിച്ചിരുന്നെങ്കിലേ ചേട്ടനെ കൊണ്ട് അമ്മയെ ശാസിക്കുന്ന രീതിയില് കാര്യങ്ങളെത്തില്ലായിരുന്നല്ലോ. ദേവിക ചേച്ചി ഇങ്ങനെ വിട്ട പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശിയെ വിഷമിപ്പിച്ച അവരുടെ കൊമ്പൊടിക്കണം. അവളുടെ കൊമ്പടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ഓഫീസിൽ അവളെ പ്രവേശിപ്പിക്കുകയും ചെയ്യരുത്. അവൾ ഈ വീട്ടിൽ ഇതിനകത്ത് നമ്മൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം. അവളെ ആ രീതിയിൽ നമ്മളങ്ങ് ഒതുക്കണം. പുറത്തിറങ്ങിയ അവൾ വീണ്ടും വീണ്ടും ചിറക് വച്ചങ്ങ് പറക്കും. പിന്നെ നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഉയരത്തിലേക്ക് അവൾ എത്തിച്ചേരും. അതിനുള്ള സാമർഥ്യം അവൾക്കുണ്ട്. അങ്ങനെ അതിലില്ലാതെ അവളെ വളരാൻ വിട്ടാൽ പിന്നെ അമ്മയും പൊന്നാരം തോട്ടത്തിലെ സകലരും അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപൂർവം നമ്മൾ അവളെ ഇതിനകത്ത് തളച്ചിടണം. മായ പറഞ്ഞതാണ് ശരി. അവള് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. പോകരുത്. അവള് ഈ മതിൽക്കെട്ടിന് പുറത്ത് കടക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.